ഹായ്, പ്രിയമുള്ള പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ ജനാധിപത്യ വിശ്വാസികളെ, വോട്ടർമാരെ, വളരെ സുപ്രധാനമായൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്തു വിടുന്നത്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ അധികമായും വരുത്തന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിച്ചിട്ടുള്ളത്. പത്തനാപുരത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു തട്ടകമായിരുന്ന ഈ നിയോജകമണ്ഡലം, പത്തനാപുരത്ത് ജനിച്ചു വളർന്ന ഒരാൾ ആദ്യമായി നിയമസഭയിലേക്ക് പോകുന്നത് ബഹുമാന്യനായ കാലം ചെയ്ത KM മാണി സാറിൻ്റെ ഉറ്റതോഴനും പത്തനാപുരത്ത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാപകനുമായിട്ടുള്ള A. ജോർജ് XMLA അവர்களാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ദീർഘകാലം കേരള കോൺഗ്രസ് എമ്മിൻ്റെ സഹയാത്രികനായിരുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം പത്തനാപുരം നിയോജകമണ്ഡലത്തിൽ നിന്നും ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് CPIയുടെ LDF മുന്നണിക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ച കുന്നിക്കോട് സ്വദേശിയായിട്ടുള്ള പ്രകാശ് ബാബു MLA. പിന്നീട് വന്ന സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുള്ള വരുത്തന്മാരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. ബഹുമാന്യനായ നമ്മുടെ KB ഗണേഷ് കുമാർ MLAയുടെ പിതാവ് R. ബാലകൃഷ്ണപിള്ള സാർ ആദ്യമായി അംഗം കുറിക്കുന്നതും നമ്മുടെ പത്തനാപുരമാണ്. ഒരുപാട് പേരെ വളർത്തിക്കൊണ്ട് വരുവാൻ വേണ്ടി, അവരുടെ രാഷ്ട്രീയ ഭാവി പാസുരമാക്കുവാൻ വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർമാരാണ് പത്തനാപുരത്തുള്ളത്. അതുപോലെ KB ഗണേഷ് കുമാർ MLA ആക്കി ഒരു സിനിമാതൻ, ഒരു മന്ത്രിയുടെ മകൻ എന്നതിലുപരി ഒരുപാട് ഉന്നത സ്ഥാനങ്ങളിൽ, മന്ത്രിസ്ഥാനങ്ങളിലൊക്കെ എത്തിച്ചേരത്തക്ക നിലയിൽ ഈ മണ്ഡലത്തിലെ, ഈ നിയോജകത്തിലെ വോട്ടർമാരുടെ വോട്ടുകൾ അദ്ദേഹത്തിന് നല്ല സപ്പോർട്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർക്ക് വലിയ ഫീച്ചർ ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ഥലമാണ് പത്തനാപുരം. ഇവിടുത്തെ വോട്ടർമാർ ഒരുപാട് പേർക്ക് നല്ല പ്രോഗ്രസീവായിട്ടുള്ള നിലയിൽ അവരുടെ വോട്ടുകൾ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി, അദ്ദേഹമൊക്കെ പത്തനാപുരത്ത് തട്ടകത്തിൽ LDF സ്ഥാനാർത്ഥിയെ വിജയിച്ച് വന്നവരാണ്. അവരൊക്കെ ഇവിടുത്തുകാരല്ല. എന്നാൽ പത്തനാപുരത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, LDFൻ്റെ ആയാലും UDFൻ്റെ ആയാലും NDA മുന്നണിയുടെ ആയിരുന്നാലും ഏത് പാർട്ടിയുടെ ആയിരുന്നാലും ഒരുപാട് നേതാക്കന്മാർ നിയമസഭാ ഇലക്ഷനിലും പാർലമെൻറ്റ് ഇലക്ഷനിലൊക്കെ മത്സരിക്കാൻ യോഗ്യതയുള്ള ഒരുപാട് ആളുകൾ ഇരു മുന്നണികളിലുമുണ്ട്. കോൺഗ്രസ്സിലുമുണ്ട്, അതുപോലെ തന്നെ LDF മുന്നണിയിലുമുണ്ട്. നമ്മുടെ ബഹുമാനായ ശ്രീ കോൺഗ്രസിൻ്റെ നേതാവ് CR നജീബ് ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPMലും CPIയിലുള്ള നിരവധി ആളുകൾ, യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ പത്തനാപുരത്തുകാർ ഇപ്പോൾ നിലവിലുണ്ട്. എന്നാൽ വരുന്ന ഈ ആസന്നമാകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നതും ഇവിടുത്തുകാരല്ലാത്ത സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാൻ പോകുന്നത്. എൻ്റെ വിലപ്പെട്ട അഭിപ്രായം, പത്തനാപുരത്ത് കഴിവുറ്റവർ ഒരുപാട് പേരുണ്ടായിട്ട് അവരെയൊക്കെ പുറകോട്ട് തള്ളി മാറ്റിക്കൊണ്ട് ഈ വരുത്തന്മാരായ സ്ഥാനാർത്ഥികൾക്ക് അവസരം കൊടുക്കുന്ന ഒരു പരിപാടി അത് മാറ്റിവെച്ചുകൊണ്ട് പത്തനാപുരത്ത് നിന്നും അർഹരായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുവാൻ ഇരു മുന്നണികളും മുന്നോട്ട് വന്നാൽ കൊള്ളാമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. ഇപ്പോൾ തന്നെ നമ്മുടെ ജ്യോതികുമാർ ചാമക്കാൽ, അദ്ദേഹം ഇവിടെ ഒരു തവണ നിന്ന് KB ഗണേഷ് കുമാറുമായിട്ടുള്ള അംഗപ്പയറ്റിൽ പരാജയപ്പെട്ടു.